ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വാഴക്കൂമ്പ് തോരനായാലോ? പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കൊക്കെ വളരെ ഉത്തമമാണ് ഈ വാഴക്കൂമ്പ് തോരൻ, അല്ലേ? അത് നന്നായിട്ട് നമുക്ക് പിന്നെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ പുറന്തോടെല്ലാം നന്നായിട്ട് കളയണം. അല്ലെങ്കിൽ അത് നല്ല കട്ടിയുള്ളതും കയ്പുള്ളതുമാണ്. നമുക്കത് വേണ്ട, അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം മതി. എന്നിട്ടത് നന്നായിട്ട് കൊത്തി എരിഞ്ഞെടുക്കാം. അത് നല്ല ചെറുതായിട്ട് നമ്മൾ കൊത്തി എരിയുമ്പോഴേ അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, ഉള്ളി, പച്ചമുളക്, നല്ല ജീരകം, കുരുമുളക്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി. എന്നിട്ടത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഓരോന്നോരോന്ന് ഇടാം. ഞാൻ ഉള്ളി ചെറുതായിട്ട് നന്നിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇച്ചിരി ചെറിയ ഉള്ളിയതായതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചെറുതായിട്ടത് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോയാൽ അതിനൊരു തോരൻ്റെ ടെക്സ്ചർ കിട്ടത്തില്ല. അതുകൊണ്ട് തേങ്ങയും ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്ക് കടുക് വറുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ വാഴക്കൂമ്പ്, എന്നിട്ട് അതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പില്ലാതെ എന്താവാനല്ലേ. എന്നിട്ട് നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇടാം, ചിക്കിയെടുക്കാം. ഒന്ന് ഡ്രൈ ആവുന്നവരൊന്ന് ചിക്കിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ പയറും കൂടി ഇടാം. പയറൂടിട്ടാൽ വലിയ കയ്പൊന്നും നമുക്കറിയില്ല. കുട്ടികൾക്കൊക്കെ ധാരാളമായി കൊടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു തോരൻ റെഡിയായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം, അല്ലേ? ഞാനൊരു വെറൈറ്റി ആയിട്ട് വാഴക്കൂമ്പിനകത്ത് തന്നെ ഇട്ടത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല വാഴക്കൂമ്പ് തോരനായിരുന്നു എന്ന് വീട്ടുകാരും പറഞ്ഞു.